ട്രിപ്പല്ലേ ഈ സാധനം നിൽക്കുന്നത്. ഇത് കോഴ്സ് കഴിഞ്ഞിട്ടേ എന്ത് നടക്കത്തുള്ളൂ. മിക്കവാറും ഞാൻ ഇത് കട്ട് ചെയ്തില്ല. പേര് വെളിപ്പെടുത്താൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. എനിക്ക് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. അപ്പം ഇന്ന് സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ചോദിച്ചത് എന്തായിരുന്നു, അനോണിമസ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അയക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇട്ടിരുന്നത്. പക്ഷെ കുറേ പേര് എനിക്ക് എന്തൊക്കെയോ എന്താ പറയുക Q&A പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ അങ്ങനെ ഫുള്ള് ഞാൻ വായിച്ചിട്ടില്ല. കാരണം എനിക്ക് ആ സ്പോട്ടിൽ എക്സ്പ്രഷൻസ് ഞാനത് വായിക്കുമ്പോൾ ഉള്ളൊരു ഇതിടണമെന്ന് വെച്ചിട്ട് ഞാനതങ്ങനെ വായിച്ചില്ല. ആദ്യത്തെ കുറച്ച് അയച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഉള്ളത് ഹായ് ഹലോ എന്നൊക്കെ ആയിരുന്നു. എന്താണേലും ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പം അതിന് മുമ്പേ എൻ്റെ അടുത്ത് ഇന്നൊരാൾ കൂടെ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് കാർത്തിക സുദർശൻ. എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാതെ, വാട്ട് വുഡ് യു സേ ഇഫ് ഐ ആസ്ക്ഡ് യു ഓൺ എ ഡേറ്റ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം കുഴപ്പമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ടീ ഡേറ്റ് ആണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോൾ ചുമ്മാ പോയി കഴിച്ചിട്ട് ചുമ്മാ കുറേ സംസാരിച്ച് ഓക്കെ, അത് ഓക്കെ. Other than that, I have no time, guys. You don't know this, but I have a crush on you. ഇതിനകത്ത് നിന്റെ ഒരു 100 മെസ്സേജ് ഉണ്ട് ഗൈസ്. ഞാൻ ലാസ്റ്റ് ഒരു ലിസ്റ്റ് പോലെ വായിച്ചുതരാം. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. Who is the last person you texted? എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഫാമിലി ഗ്രൂപ്പാന്ന് തോന്നുന്നു. അല്ല, എൻ്റെ ബ്രദർ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ എന്താ പറയുക, ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ, മമ്മി, ഞാൻ, എൻ്റെ അച്ഛൻ, അവർ 4 പേരുള്ളൊരു ഗ്രൂപ്പ്. അതാണ് ലാസ്റ്റ് മെസ്സേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you plus me. 2 ക്വസ്റ്റ്യൻ. പ്ലസ് മീ. എനിക്ക് ഈ മീ അറിയത്തില്ല ഗൈസ്, പിന്നെ ഞാൻ എന്നാ പറയാനാ. What you do? പഠിക്കുന്നു. ഇപ്പൊ വ്ലോഗ് ചെയ്ത് വാട്ട് യു ഡു എന്ന് വെച്ചാൽ എന്താ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്നത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അതാണ് ഗൈസ്, ഞാനിവിടെ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, What's your favorite song? എനിക്ക് എല്ലാ സോങ്ങും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കരുത്, അയ്യോ. എനിക്കെല്ലാം ഇഷ്ടമാണ്. തമിഴ്, മലയാളം ആണേലും ഇഷ്ടം. കുറച്ച് സോഫ്റ്റ് മെലഡി കൈൻഡ്. പിന്നെ തമിഴിലെ ഡപ്പാങ്കൂത്ത് എല്ലാം എനിക്കിഷ്ടമാണ്. പാട്ട് കേട്ടാൽ എനിക്ക് വട്ടാണ്. അപ്പം ഞാൻ തുള്ളാൻ തുടങ്ങും. ഇനി ഒരു വലിയ അനോണിമസ് മെസ്സേജ് ആണ്. പേര് ID നോക്കിയാൽ മതി. ഏജ് 24, വീട് കണ്ണൂർ, മൂന്നാർ മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക. വീട്ടിൽ പപ്പ, മമ്മി, 2 ഏട്ടന്മാർ. മമ്മിക്ക് കൂട്ടായിട്ട് നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. അയ്യോ, ഞാൻ വിയേർഡായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് എനിക്ക് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് കല്യാണപ്രായമായിട്ടില്ല. 20 വയസ്സേ ഉള്ളൂ. എനിക്കിപ്പോഴേ കെട്ടാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഫ്രീ ബേർഡ് അല്ലെങ്കിൽ ജോലിയൊക്കെ സെറ്റാക്കി കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഇപ്പൊ സെറ്റിൽ ആവാനൊന്നും യാതൊരു പ്ലാനും ഇല്ല ഗൈസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലവ് 2 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലവ് ആൻഡ് ലാസ്റ്റ് ലവ് ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് പേര് വെളിപ്പെടുത്താൻ ഒട്ടും താല്പര്യമില്ല. ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇല്ല ഗൈസ്. ഞാൻ സിംഗിൾ ആണ്. ഓക്കെ, ഒരു അനോണിമസ് വിയർഡ് മെസ്സേജ് ഉണ്ട്. I don't know it's weird or not, but my guy kissed me in cozy weather time in public. Random rain falls to us. I feel it's magic. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Keep it up. How many selfies do you take a day? ഞാൻ ഇന്നൊരു ഡേ എടുത്ത്, ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി ഞാൻ ഒരു സെൽഫീസും എടുത്തിട്ടില്ല ഇതുവരെ.
ഇനിയിപ്പോൾ വാക്കിങ്ങിന് പോകുമ്പോഴാണ് ഞാൻ കുറേ വീഡിയോസ് എടുക്കുന്നത്. അല്ല വീഡിയോ എടുക്കുമ്പോഴാണ് അതിന് വല്ല എന്താ പറയുക ഇതേപോലെ ലോങ് വീഡിയോ എടുക്കുമ്പോഴാണ് അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ എടുക്കാറില്ല അത്രയും. ഇന്നത്തെ ദിവസം 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴേ എടുക്കാറുള്ളൂ. കോമഡി എപ്പോഴും 0 ആണ്. ആക്ച്വലി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ. അടുത്ത വിയർഡ് എക്സ്പീരിയൻസ്. ഓക്കെ. ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് കടക്കാരനോട് 3 days ആയി ഫുഡ് കഴിച്ചിട്ട് വിശന്നിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞ് കാണിച്ചു. സോറി, വിയർഡ് എക്സ്പീരിയൻസ്. ഞാൻ ചെയ്യാനോ? ഇങ്ങനൊന്നും എൻ്റെ അടുക്ക പറയരുത്. ഞാൻ ഒന്നാമത് എന്താ പറയാ, എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല. ഞാനിപ്പം വ്ളോഗ് എടുക്കാനാണെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ എന്നെ നോക്കിക്കൊണ്ട് പോയി ഞാൻ അപ്പം അവിടെ പോയി എൻ്റെ മൊത്തം കോൺഫിഡൻസ്. അപ്പം അങ്ങനെ ഒരാളുടെ അടുക്കൽ ഇങ്ങനെയൊക്കെ ഒരു ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ട്രൈ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ. മാവേലിക്കരയിൽ എവിടെയാണ്? മാവേലിക്കരയിൽ ചെട്ടിക്കുളങ്ങര. ഞാൻ ചെട്ടികുളങ്ങരയിലാണ് ഗൈസ്. ചെട്ടികുളങ്ങര എക്സാക്ട് ചെട്ടികുളങ്ങരയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 kilometer അപ്പുറം ഇപ്പുറം ഒക്കെയാണ്. ഓക്കെ. ഒരു വലിയ കഥയുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ മൂവിയുടെയാണ്. എൻ്റെ മൂവിയുടെയോ? കഥ പറയാനായിരിക്കുമല്ലേ? എന്താ പറയുന്നത്, അനുവാദമില്ല. ഇത് കോഴ്സ് കഴിഞ്ഞിട്ട്. ഓക്കെ, പറഞ്ഞു. ഇൻട്രോവേർട്ടഡ് ഓർ എക്സ്ട്രോവേർട്ടഡ്? ഞാൻ ഇൻട്രോവേർട്ടാണ് എക്സ്ട്രോവേർട്ടാണോ? നിനക്കെന്താ തോന്നുന്നത്? മിക്സ്. എൻ്റെ ഒരു ഇതിൽ എനിക്കും അതേ പറയാനുള്ളൂ. ഞാൻ ചില സമയത്ത് ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ചിലത് എനിക്ക് ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ചിലർ പെട്ടെന്ന് നമ്മൾ ഈ കാണുന്നവര് നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കാതിരിക്കും, പക്ഷെ ഞാൻ നേരിട്ട് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോ. എനിക്ക് എന്താ സംസാരിക്കേണ്ടത് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടത്തില്ല. അത് അങ്ങനെ എനിക്കൊരു സീനുണ്ട്. പക്ഷെ ചിലവരാണെങ്കിൽ പെട്ടെന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പനിയാവും. അത് വേറെ കാര്യം. അതാണ്, ഞാൻ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്. The curly hair makes you more attractive. Wish to meet you soon. By the way, that usual Mangalore ചോദ്യം നാട്ടിലെവിടെയാണ്? എനിക്ക് കോംപ്ലിമെന്റ് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എന്താ പറയുന്നത്, എൻ്റെ ഈ കേളി ഹെയർസ്. യെസ്, ജെനറ്റിക്സ് ആണിത്. അത് മമ്മിക്ക് താങ്ക്സ് പറയണം. മമ്മിയുടെ ആണ് കേളി ഹെയർ. പക്ഷേ മമ്മി അങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പം ഞാനിതിപ്പം ബാംഗ്ലൂർ വന്നിട്ടാണ് ഇങ്ങനെ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചത്. അപ്പോൾ കുറേ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട് ഈ കേളി ഹെയർസിനെ പറ്റിയിട്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ നാട്ടിൽ പറഞ്ഞ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ നാട്ടിൽ ആലപ്പുഴയിലാണ് മാവേലിക്കര. യെസ്. How many exes do you have? എക്സ് ആയിട്ട് എനിക്ക് ഒറ്ററങ്ങേ ഉള്ളൂ. എക്സ് ആയിട്ട് ഒരെണ്ണം. Do you have any piercings? യെസ്, ഐ ഹാവ്. ഒന്ന് ഇത് ഓൾറെഡി എല്ലാവരും കുത്തുന്നൊക്കെ ആയിരിക്കും, പക്ഷെ മണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു സെക്കൻഡ് സൈഡ് ഉണ്ട്. പക്ഷെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കാരണം ഞാൻ 2 തവണ ഒന്ന് കുത്തിയിട്ട്, ഒരു തവണ കുത്തിയപ്പോൾ ഫസ്റ്റ് ഒന്ന് ഫ്ലോപ്പായിട്ട് ഒരു ഇൻഫെക്ഷൻ അടിച്ചാണ്. പിന്നെ ഞാനത് ഒന്ന് ഹീലാക്കിയിട്ട് വീണ്ടും 2ാമത് കുത്തിയതാണ്. പക്ഷെ അതും പോയി. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ വിട്ടു. എനിക്ക് ലാകപ്പാടെ 2 ഉള്ളൂ. പക്ഷെ 2 ഇപ്പോൾ ഒരെണ്ണമാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ, താൻ എങ്ങനെ ഇത്രയും ലുക്കായി 2 words പറയും? ഞാൻ എങ്ങനെ ഇത്രയും ലുക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ലുക്കായോ? ഞാൻ ചിലപ്പം അത് നിങ്ങൾ എന്നെ നേരിട്ട് കാണാത്തോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. 2 words എന്നെ നിങ്ങൾ നേരിട്ട് കാണാത്തോണ്ടാണ് ആക്ച്വലി. ഓക്കെ. Okay. I have seen aliens in person and haven't told anyone yet. എന്തുവാ? I have seen aliens in person and haven't told anyone yet. Aliens. യൂട്യൂബ് വീഡിയോ കണ്ടു വന്ന ഇയാൾക്ക് ലൈൻ ഉണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ട് നല്ല ഇയാൾക്ക് ലൈൻ ഉണ്ട്. ഇല്ല, സിംഗിളാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ആയിട്ട്. പിന്നെ അപ്രിസിയേഷൻ മെസ്സേജസ് ആണ് ഞാൻ വായിക്കാം. യു ഡോണ്ട് നോ ദിസ് ബട്ട് ഐ ഹാവ് എ ക്രഷ് ഓൺ യു. യു ആർ സൂപ്പർ ജെന്യൂൻ. ഐ ലവ് ദാറ്റ്.
fallen on your beauty, have a big crush on you. Hi dear. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കല്ല മെസ്സേജ് ആക്കി. ആരോ പറഞ്ഞു തന്നോട് ആർക്കോ ക്രഷ് അടിച്ചു. ഓഹോ, പക്ഷെ ഞാനത് പറയില്ല. I love you. WhatsApp number. How are you today? I think I have a crush on you. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യാൻ പറ്റില്ല ഗൈസ്. പ്രൈവസി. നിന്റെ കേളി ഹെയറും ആ ദിവാലിക്കിട്ട കോസ്റ്റ്യൂമും ഒരു രക്ഷയുമില്ല. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ലവ് യു ഗൈസ്. ഹലോ. ഹേ ബഡി, ഞാൻ ഹർഷ കോളേജ് ഉള്ളതാണ്. നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഹർഷ കോളേജ് ആക്ച്വലി ഞങ്ങളുടെ അടുത്താണ്. മീറ്റ് ചെയ്യാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ്, ഐ ലവ് യു. 1 kiss 1 love 1 kiss 1 love. 1 kiss 1 love 1 kiss എന്താ ഇമോജി. ഓക്കെ, ഇമോജി. ഐ ഹാവ് എ ബിഗ് ക്രഷ് ഓൺ യു. എനിക്ക് വയ്യ ഗൈസ്, നിങ്ങൾ എന്നെ അങ്ങ് മണ്ടയ്ക്ക് കയറ്റും. ഇങ്ങനെയുള്ളൊരു ഇമോജിയാണ്. അടിപൊളി. എന്താണെന്ന് അറിയത്തില്ല. അടിപൊളി. ഡോണ്ട് ലീവ് മീ. വേണ്ട. നോ. എന്തോ ചേച്ചി, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. DM നോക്കൂ. ചേച്ചി, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ഓ, ലൈക്ക് കൈൻഡ് ഓഫ് ബ്രദർ. ഓക്കെ, നമുക്ക് കല്യാണം കഴിക്കാം. സോറി ഗായ്സ്, എനിക്ക് കല്യാണം പ്രായമായിട്ടില്ല. ഓക്കെ. യു ലുക്ക് ലൈക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓഹോ, ഖുഷി. ലെറ്റ്സ് ഗെറ്റ് ടുഗദർ സൂൺ പ്ലീസ്. ആരാന്ന് എനിക്കറിയത്തില്ല. I love you and I want to marry you. എന്തായാലും ആദ്യമേ പറഞ്ഞ മെസ്സേജ് ഒക്കെ എപ്പോഴേലും നമുക്ക് കാണാൻ പറ്റട്ടെ. ഈ ലവ് യു പറഞ്ഞിട്ടൊക്കെ തിരിച്ച് എൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ എൻ്റെ മനസ്സിൽ നിന്ന് ലവ് യു ഗൈസ്. Okay, for the first time sending an anonymous message. Don't know whether it's an anonymous or not. Anonymous. പുള്ളിക്കാരൻ anonymous എന്നല്ല. But one thing I want to tell you, I am in love with your girls. ഗേൾസിന് ഇഷ്ടം പോലെ കോംപ്ലിമെന്റ്. ആക്ച്വലി എന്നെക്കാട്ടില് എൻ്റെ ഹെയറിനാണ് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. ബിക്കോസ് എൻ്റെ ഹെയർസിന് സംസാരിക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര ക്രിഞ്ച് ആകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കോഫി ഡേറ്റ് ഓക്കെ, പക്ഷെ കോഫി ഞാൻ കുടിക്കാറില്ല ഗൈസ്. അതുകൊണ്ട് കോഫി ഡേറ്റ് ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുക്കാലും ലൈക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് പോസിറ്റീവ് വേയില് കുറച്ച് വൾഗറായിട്ട് വൾഗർ ആക്കാണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഉണ്ട്. ആൻഡ് ഇത് ആക്ച്വലി ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളിതൊരു Q&A ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം എന്താണേലും ഇനി നമ്മൾ അടുത്ത, അപ്പം നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ വ്യൂവേർഡ് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വ്യൂവേർഡ് ആയിട്ടുള്ള വല്ല എക്സ്പീരിയൻസിൽ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴേലും ഞാൻ അടുത്ത വീഡിയോസിന് അനോണിമസ് മെസ്സേജ് സ്റ്റോറി ഇടാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ അതിടാം. അപ്പം ഞാനത് റിയാക്ട് ചെയ്യാം ഗൈസ്. പിന്നെ എനിക്ക് അയക്കുന്ന ആളെയും ഇടുന്ന ആരാണ്, പെണ്ണാണോ ആണാണോ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. സോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. പിന്നെന്താ, അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.